ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബേപ്പൂർ ഫെസ്റ്റിലാണുള്ളത്. വാട്ടർ ഇൻ്റർനാഷണൽ ഫെസ്റ്റാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടുത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നല്ല വെയിലാണ്. അപ്പോൾ നിങ്ങൾ കാഴ്ചകൾ കണ്ടോളൂ. എല്ലാവരും ലൈക്ക് അടിക്കുക. നമ്മളിന്ന് ബേപ്പൂർ ഫെസ്റ്റാണ് കാണാൻ വന്നത്. ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. കുറേ ആൾക്കാരുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നിലെത്തിയിട്ട് നമ്മളെ തമാശയോട് കൂടിയിട്ടുള്ള വ്ളോഗ് സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. അതായത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. സംഭവം വലിയ ഇതൊന്നും ആൾക്കാർ എന്താ സ്ഥിതി എന്ന് അറിയില്ല. നമ്മൾ കുറച്ച് അവിടെയൊക്കെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്തോ കാഴ്ചകൾ ഉണ്ടാവും തോന്നുന്നു. പോയി നോക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ആ ബെൽ ബട്ടണും ലൈക്കൊക്കെ ഒന്ന് അടിക്കുക. അക്ലാസി സറ്ററാണുങ്ങളാ. ഇവിടെ എന്തോ സംഭവം ഉണ്ട് ഗായ്സ്. ഇവിടെ എന്താണെന്ന് അറിയില്ല. ഇവിടെ എന്താ ഇത്ര ആൾക്കൂട്ടമെന്ന് അറിയില്ല. ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് ഗായ്സ്. ഇഷ്ടംപോലെ ആൾക്കാരാണ്. എവിടെ നോക്കിയാലും ആൾക്കാർ, എവിടെ നോക്കിയാലും ആൾക്കാർ. നമുക്ക് ഇവിടെ കുറെ പട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഇവിടെ എന്താ പരിപാടി എന്തൊക്കെയാ ഉള്ളതെന്ന് ചോദിച്ചു നോക്കാം. സാർ, ഇവിടെ എന്തൊക്കെയാ മെയിൻ ആയിട്ടുള്ളത്? ഐറ്റംസ് എവിടെ ഉള്ളത്? അതാണല്ലേ, അതാണല്ലേ. ഓക്കെ. അപ്പോൾ ഒന്ന് ഇങ്ങനെ കുത്തിക്കാളി. ഞാൻ ഒരു യൂട്യൂബറാണ്. യെസ്, ഓക്കെ. ഗൈസ്, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്താക്കണം എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ എഴുതി വെച്ച് നമുക്ക് ഇതിൽ കാണിച്ചു തരാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയാണ് മറ്റേ KMCT എന്തോ സംഭവമാണ്. സ്ഥലം സാറ് കറക്റ്റ് കാണിച്ചു. ഇത് പോലീസുകാർ, ഇവിടെ ഫുൾ പോലീസുകാരാണ് ഗൈസ്. സാർ, ഇവിടെ ഡീറ്റെയിൽസ് എഴുതിയ ബോർഡ് എവിടെ ഉള്ളത്? കുറച്ചപ്പുറത്താ. ഓക്കെ ഗൈസ്, അവിടേക്ക് എന്നെ പറഞ്ഞു വെച്ചു. ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ളത് സംഭവം. മേലെ കൂടെ ഒരാൾ പോകുന്നുണ്ട്. ഗൈസ്, നിങ്ങൾ മേലെ കൂടെ ഒരാൾ പോണ കണ്ടോ? ഗൈസ്, മേലെ കൂടെ ഒരാൾ ഇങ്ങനെ ഓടിച്ചു പോകുന്നുണ്ട്. ഗൈസ്, അത് അടിപൊളിയായിട്ടോ. മേലെ കൂടെ ഓനിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് നടന്നു നോക്കാം. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇവിടെ ബേപ്പൂര് വന്നിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് നടക്കല. ഫുള്ളങ്ങനെ നടന്നു പോകും. നമുക്ക് അവിടേക്ക് നടന്നു നോക്കാം. ഗൈസ്, ഈ ക്യാമറയിൽ കാണുന്ന ഓനെപ്പോലെ കുറേ എണ്ണം ഉണ്ട് ഇവിടെ. അത് ഒരുത്തനത് അതിൻ്റെ മേലെ ഉണ്ട്. ഇതാരാ? ബേപ്പൂർ. ഓക്കെ. ഹാപ്പി. ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്? ഹൈലൈറ്റ്. അതെ, വലൈക്കും അസ്സലാം. ഗൈസ്, നമ്മുടെ ഫാൻസുകളാണ് ഇതൊക്കെ. അപ്പോൾ എന്തൊക്കെയാ ഇവിടെ കാണാനുള്ളത്? ഹെലികോപ്റ്റർ ഷോ നടക്കാൻ പോവാ. പിന്നെ കുറച്ച് സ്റ്റേജ് പരിപാടി ഉണ്ട്. പിന്നെ വെള്ളത്തിൽ പോകുന്ന പരിപാടി. ഇവിടെ എന്താ ഇത്രയും ആൾക്കാരൊക്കെ എന്താ ആണല്ലേ? ഓക്കെ, കത്തുകയാണ്. ഓക്കെ, വ്ളോഗിൽ വെച്ച് കാണാം. ഓക്കെ. ഗൈസ്, ഞാൻ ഇവിടെ ഫുൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബേപ്പൂർ ആ തല മുതൽ ഈ തല വരെ കാണിച്ചു തരും. എല്ലാം എൻ്റെ ചാനൽ അനസ് വ്ളോഗ് 21 മാത്രമേ ഇങ്ങനത്തെ വ്ളോഗ് ഇറക്കുള്ളൂ. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ആ തല വരെ നടക്കാൻ പോവാണ്. ബാക്കിയൊക്കെ വരുന്നോടത്ത് വെച്ച് ആ തല വരെ നടന്നു നോക്കാം. ഒന്നും കണ്ണ് തുറക്കാനേ കഴിയുന്നില്ല. കുറേ ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്.
നമ്മളെ വ്ളോഗ് കണ്ടിട്ടേ സ്റ്റെക്കായിട്ടുണ്ടാവും. അമ്മ ആ തല വരെ നടന്നു നോക്കാം. സംഭവം അതാണ് കേട്ടോ ഇവിടെ മൂടായത്. അതാ മേലെ കൂടെ ഇങ്ങനെ പറന്ന് കളിക്കുക. അതിൽ കയറാൻ കഴിയാന്ന് വെച്ചാൽ വ്ളോഗ് എടുക്കേനി ഒരു 360 വ്യൂ ഉണ്ടാവും അതിൻ്റെ മേലെ നിന്ന് എടുക്കുമ്പോൾ. ഇവിടെ കുറേ എന്തൊക്കെയാന്ന് വെച്ചാൽ അത് എന്താ പട്ട അങ്ങനെ കളിക്കുന്നതെന്ന് അറിയില്ല. ആ വട്ടം മാത്രം അവനവിടെ എന്തോ കളിക്കുന്നുണ്ട്. അവൻ്റെ കയ്യിലാണ് എല്ലാ കൺട്രോളും ഉള്ളത് ആ പട്ടത്തിൻ്റെ. പക്ഷേ ഇവിടെ കുറേ ബേപ്പൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ക്യാമറയിൽ കാണുന്നത്. കുറേ ആൾക്കാർ ഇതിനാണ് തോന്നുന്നത് അവർ ഇത്രയും ഇവിടെ ആൾക്കാർ കാത്തിരിക്കുന്നത് തോന്നുന്നു. അതാ കുറച്ച് ആൾക്കാർ ഇങ്ങനെ തുഴങ്ങി വരുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ ഇത്രേ വരുന്നുള്ളൂ. ഇനി നമ്മൾ ഇവിടുന്ന് വിട പറഞ്ഞ് കടലിന്റെ നടുവിലേക്ക് പോവാം. കടലിന്റെ നടുവിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി കൊണ്ടുപോകുന്നുണ്ട്. എഴുതിയിട്ടല്ല, നമ്മൾ പഠിച്ചാണ്. ഒന്ന് മനസ്സിൽ എനിക്കറിയാം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് ഈ റംബൂട്ടാൻ ഫസ്റ്റായിട്ട് ഉണ്ടായത്, റംബൂട്ടാൻ്റെ ജന്മദേശം എവിടെയാണെന്ന് ചോദിക്കും. പിന്നെ വേഗത്തിൽ ഓടുന്ന ഒട്ടകപക്ഷി ഉണ്ട്, അതേതാണ്? അതന്നെ, വേഗത്തിൽ ഓടുന്ന പക്ഷി അത് ഒട്ടകപക്ഷിയാണ്. ഓക്കെ, അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ബേപ്പൂർ ഫെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് നടക്കാൻ പോകും. ഇവിടെ മെയിനായിട്ട് അതാ ഓനിങ്ങനെ പോയി കളിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണുവാൻ പോകുന്നത് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ട്. നമ്മൾ അവിടുന്ന് ഇങ്ങനെ വിട പറഞ്ഞ് നിങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ട് നിൽക്കുക. ആ തല വരെ നമുക്ക് പോയി നോക്കാം. വ്ളോഗ് വരാൻ ചിലപ്പോൾ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ടൈം ഇപ്പോൾ 3:30 ആയിട്ടുണ്ട്, 3:30 ആയിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആവും വ്ളോഗ് വരാൻ. ഫുൾ എടുക്കാൻ പോവാണ് ബേപ്പൂർ ഫെസ്റ്റ്. ഗൈസ്, ഇവിടെ കുറച്ച് ക്യാമറമാനെ കണ്ടുപിട്ടിട്ടുണ്ട്. പേരെന്താ? നിഷാൻ. പേരെന്താ? ശ്രീഹരി. നിങ്ങൾക്ക് ഇവിടുന്ന് എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്? ആണല്ലേ. ഇതെന്താ ഫോണ്? ഇത് ഇവിടുന്ന് കിട്ടിയതാ ആണ്? ഇതിലെന്തേ പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കോ? ഒന്ന് ഇത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അല്ലേ? ഇതിലെങ്ങനെ ഓവറെന്ന് പറയല? ഞാൻ നെക്കി നോക്കിയാലോ? ചാർജ് ഇല്ല അല്ലേ? എന്നായിക്കോട്ടെ, ഓക്കെ, ബൈ. ചാനൽ അനസ് വ്ലോഗ് 21. ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞു. ഓക്കെ, ബൈ. ഗൈസ്, ഇവിടെ മൊത്തം കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഹായ്, പേരെന്താ? അമീൻ. സിനാൻ. ഓക്കെ, എങ്ങനെയുണ്ട് ബേപ്പൂർ ഫെസ്റ്റൊക്കെ? അടിപൊളിയാണല്ലേ? എന്തൊക്കെ അവിടെ പോയാൽ എന്താ കാണാനുള്ളത്? ആ തല വരെ പോയാല് അടിപൊളിയാണ്. വിശാലമായ കടല്. ഓക്കെ, എന്നാ വ്ളോഗിൽ വെച്ച് കാണാം. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. യെസ്, ഓക്കെ. ഗൈസ്, ബേപ്പൂർ മൊത്തം സബ്സ്ക്രൈബേഴ്സിൻ്റെ ഫാനായിരിക്കും. ഗൈസ്, ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ബേപ്പൂരേക്ക് വരുന്നത്. ഞാൻ മോനെ കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല. അതാണ് എൻ്റെ ഫേസ് ഞാൻ കാണിക്കാത്തത്. കണ്ണൊന്ന് തുറന്ന് എനിക്ക് മര്യാദയ്ക്ക് കാണാനേ കഴിയുന്നില്ല. ഓക്കെ, അത് കളറായി എന്ന് വെച്ചാൽ ഏറ്റവും ഓൾമോസ്റ്റ് അടിപൊളി. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അതാ പറന്നു പോണ സാധനം.
അതാ അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ മുതലായി ഉണ്ടാവും. പിന്നെ അവിടെ കാണാനുള്ളത് കുറേ ഇങ്ങനെ ബോട്ടുകൾ. അത് അവിടെ കുറച്ച് ബോട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു ഫാമിലി ആയിട്ട് ഒരു ബോട്ട് പോകുന്നുണ്ട്, അതാ ദൂരെ കാണുന്ന ക്യാമറയിൽ. പിന്നെ അവിടെ ഓൾമോസ്റ്റ് കുറേ മീൻ പിടിക്കാൻ പോണ ബോട്ടുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാം, ചെറിയ പ്രാങ്കും. ഗൈസ്, നമ്മൾ കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? ഡയാന, പ്രജില, മേഘ, അപർണ, രഹന, ലക്ഷ്മി. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഈ റംബൂട്ടാന് അറിയില്ലേ? റംബൂട്ടാന് എവിടെയാണ് അതിൻ്റെ ജന്മദേശം? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. പറയൂ. അറിയില്ല. ആ, എവിടെയാണ്? ഇന്തോനേഷ്യ. ഓക്കെ. അറിയൂല. അപ്പോൾ ഫുൾ റോങ് ആൻസർ ആണ്. അതെ, ആൻസർ എന്താ വെച്ചാൽ മലേഷ്യ, അവിടെയാണ് ഇത് വന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ആർക്കാണ് ഏറ്റവും പാട്ട് പാടാൻ നല്ല കഴിവുള്ളത്? മേഘ. ആർക്ക് വേണേൽ പാട്ട് പാടാം. ഓക്കെ, മേഘ പാടും. പഠിക്കൂ. അപർണ പഠിക്കോളൂ. അപർണക്ക് പാട്ട് പാടാൻ അറിയില്ല? അഗ്ലാസി സറ്റുട്ടാങ്ങളാ. ആ, ഏത് പാട്ടും പാടാം. ആ, റെഡിയാണ്. പഠിക്കോളൂ. നിങ്ങളിങ്ങനെ കൂടി പാടിക്കോളൂ, പ്രശ്നമില്ല. ആ, എല്ലാവരും പാടെ പഠിക്കും. എൻ്റെ ചാനലിൽ ഉത്തരം കിട്ടാത്തവരെ ഞാൻ പാട്ട് പഠിപ്പിച്ചിട്ടാണ് വിടല്. അതാണ് നിങ്ങൾ പാട്ട് പാടാൻ പറയുന്നത്. ഒരു ക്വസ്റ്റ്യനും കൂടി വേണം. ഓക്കെ, അപ്പം എന്നാലും ഒരു മാത്സ് പറഞ്ഞാൽ നിങ്ങൾ പാട്ട് പാടണ്ട. ഓക്കെ, വേറെ എന്നാൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്ന ഒരു പക്ഷിയുണ്ട്. ആ, അത് പറയൂ. അറിയില്ല. ഒട്ടകപക്ഷി. പിന്നെ ഒട്ടകപക്ഷി അറിയില്ല. ഒട്ടകപക്ഷി. ഓക്കെ. അപ്പൊ ആരൊക്കെ ഒട്ടകപക്ഷി പറഞ്ഞേ? കൈ വന്തിക്കൂ. അപ്പൊ ഓക്കെ അല്ലേ? വെറുതെ പറഞ്ഞതാ? ഉറപ്പിക്കാവോ നിങ്ങൾക്ക്? ഉറപ്പിച്ചു അല്ലേ? ഓക്കെ, അങ്ങനെയാന്ന് വെച്ചാല് റെഡിയാ. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കണേ. ഓക്കെ, ബൈ ഗൈസ്. ഇനി നമ്മൾ നേരെ മുന്നോട്ടേക്ക് നീങ്ങാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്. ആ സ്പീക്കറിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കേൾക്കും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, ഇത് എൻ്റെ കയ്യിൽ മൈക്കില്ലല്ലോ. അപ്പോൾ പല നോയ്സുകൾ എൻ്റെ വ്ളോഗിലുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ബേപ്പൂർ ഫെസ്റ്റ് ബാക്കിലാണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ മുന്നിൽ പോയാൽ നല്ല ഒരു കാഴ്ച ഉണ്ട് തോന്നുന്നു. അതാ കുറേ മുന്നിൽ നിന്ന് കുറേ ആൾക്കാർ നടന്നു വരുന്നുണ്ട്. ആ തല വരെ നമുക്ക് പോയി നോക്കാം. ഗൈസ് കണ്ടോ, കുറച്ച് ബോട്ടുകളും ഉണ്ടാവും എൻ്റെ വ്ളോഗിൽ. ഗൈസ്, നല്ല പച്ച കളറ് വെള്ളം. പച്ച കളറെന്ന് വെച്ചാൽ കടും പച്ച. എനിക്ക് വേണേൽ അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങണം എന്നുണ്ട്, പക്ഷേ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല പച്ച കളർ വാട്ടർ. ബേപ്പൂർ ഫെസ്റ്റാണ് നിങ്ങൾ എൻ്റെ ക്യാമറയിൽ കാണുന്നത്. അതാ തലയിൽ, ആ തലക്കലതാ ബേപ്പൂർ ഫെസ്റ്റ് നടക്കുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. 2 ആൾക്കാരുണ്ട്. ഒരാൾക്കാരതാ അവിടെ, ഒരാൾക്കാരതാ അവിടെ. ഞാൻ അങ്ങോട്ട് പോയി നോക്കാം. ദോഗി, അപ്പോൾ ഇപ്പോൾ അവിടേക്ക് പോയിട്ട് ഒന്ന് യൂട്യൂബിൽ പകർത്താൻ പറ്റിയൊന്നുമില്ല ആണല്ലേ? ഓക്കെ ഗൈസ്, അവിടെ പോയിട്ട് ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് അപ്പുറത്തേക്ക് തന്നെ പോവാം. അവിടെയാണ് ക്രൗഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പോയിട്ട് ഒന്നും കാണാൻ പറ്റിയ കാഴ്ചകളൊന്നുമില്ല. ഇല്ലല്ലോ? വൈകുന്നേരം ആവണല്ലേ? ഓക്കെ. പേരെന്താ? സ്റ്റീഫൻ. ഓക്കെ. സാറിൻ്റെ പേരെന്താ? വിനയ്. സാറിൻ്റെ പേര്? അജിൻ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ പോവാം. അവിടെയാണ് മെയിൻ പരിപാടി ഉള്ളത്. നമ്മൾ ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇപ്പോൾ ഒന്ന് കാണാനൊന്നും ഉണ്ടാവില്ല. കുറച്ച് കടലും കുറച്ച് നടന്ന് അവിടെ വരെ എത്തി. വെറുതെ എന്തിനാ? അമ്മക്കിതാ അവിടെ കുറേ ആൾക്കാരുണ്ട്. അമ്മ അവിടെ പോയിട്ട് മെയിൻ ഒരു പ്രാങ്ക് ഇതൊക്കെ കൊള്ളിക്കാം. എല്ലാം ഉണ്ടാവും. അപ്പോൾ തുടങ്ങാം. ഞാൻ അവിടെ വരെ വെറുതെ പോവാം.
നിങ്ങൾക്ക് ഇവിടെ ബേപ്പൂർ വന്നാൽ അവിടെ വരെ കാണുന്ന കാഴ്ചകൾ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ബേപ്പൂർ ഫെസ്റ്റാണ് ഞാൻ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ വേണ്ടത്, ഞാൻ അവിടെ അല്ല. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ പോകാം. ഞാൻ വെറുതെ ഇങ്ങോട്ടേക്ക് പോന്നു പോയതാണ്. ഓക്കെ, മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കാം. അതാ അവിടെ എന്തോ DJ നടക്കുന്നുണ്ട്. ഗൈസ്, നമ്മളിതാ അവിടെ ഏതാനും നിമിഷങ്ങൾക്കകം ആ കരയിലെത്തുന്നതാണ്. അവിടെയാണ് മെയിൻ ആൾക്കാരുള്ളത്. അമ്മ അതിലൊക്കെ ഒന്ന് നടക്കാൻ കഴിയുമെന്ന് ചോദിച്ചു നോക്കാം. അതാ അവിടെ എന്തൊക്കെയോ ഒരു സാധനമൊക്കെ ഉണ്ട്. കണ്ട ഗൈസ്, ഇവിടെ പ്രത്യേക ടൈപ്പ് ഒരു കാഴ്ച നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവും. നമ്മളെ ഈ പുറത്ത് രാജ്യങ്ങളിൽ ഉള്ള മോഡല് എന്തെങ്കിലും ഒരു സംഭവം ഇപ്പോൾ കാണിക്കാൻ മതിയാവും. ഇപ്പം അതാ 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 ഇപ്പം കളിക്കും. അതാ ഒന്ന് ഓങ്കി സ്റ്റെപ്പ് ഒന്ന് പഠിക്കാണ്ട് വന്നത് തോന്നുന്നു. ഓൻ വലിയ ഷോ ഓഫ് ഇറക്കുക. നമുക്കിപ്പോൾ ഓനെ കാണിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? ഓനൊന്നും കാണിക്കണമില്ല അവിടെ. ഓനെ കുറേ നേരമായി ഇങ്ങനെ ഒന്നും കളിക്കുന്നില്ല, വെറുതെ. നമുക്കിത് അവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഒന്ന് ബേപ്പൂർ ഫെസ്റ്റാണ് മെയിൻ ഹൈലൈറ്റ്. എനിക്കിവിടെ ഡ്യൂട്ടി എടുക്കാനുണ്ട് ഗൈസ്. നമ്മള് ഡ്യൂട്ടി എടുക്കുമ്പോൾ ഫാൻസ് ഇവിടെയുണ്ട്, ഒരുവിധം ഫാൻസൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ പിന്നെ ഇപ്പോൾ കാണിച്ചു തരാൻ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ചോദിച്ചു നോക്കാം, ക്വസ്റ്റ്യൻസ് തന്നെ ഇറക്കാം. ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ? ഇതാ ഇവിടെ കുറേ പട്ടങ്ങളും കുറച്ച് കൂടുതൽ ആൾക്കാരും, അതൊക്കെയാണ് ഇവിടെ ബേപ്പൂർ ഫെസ്റ്റിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഞാൻ നല്ല കിടിലൻ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇറക്കാൻ പോവാണ്, പ്രാങ്കും. നമുക്ക് ഏത് തലക്കെന്ന് തുടങ്ങുന്നുള്ളതിൽ ഇങ്ങനെ ആലോചിക്കാൻ. ഫുൾ ചുറ്റും ക്രൗഡായതുകൊണ്ട് ഇവിടെ മൊത്തം ക്രൗഡാണ്. എവിടുന്നാ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടതെന്നുള്ളതിൽ എനിക്കറിയില്ല. ഇഷ്ടം പോലെ ആൾക്കാരാണുള്ളത്. അതവിടെയാണ് മെയിൻ ഒരു ഫങ്ഷൻ നടക്കുന്നത്. അതവിടെ അത് സ്റ്റേജ് അതാ. ഞാൻ കുറേ തപ്പി നടന്ന് അവസാനം ഇവിടുത്തെ ഡീറ്റെയിൽസിൻ്റെ അടുത്തെത്തി. ഇതാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് വരുന്നത്. വായിക്കണ്ട, നിങ്ങൾ കണ്ടോളി, അതൊക്കെയാണ് ഉള്ളത്. ഇതാണ് ബേപ്പൂർ ഫെസ്റ്റ് കാഴ്ചകൾ. ഇനി നമ്മൾ നെക്സ്റ്റ് അവിടെ എന്തോ DJ ഉണ്ട് കാഴ്ച, അവിടെ പോയിട്ട് എടുക്കണം എന്നുണ്ട്. പോയി നോക്കാം നമുക്ക്. ഗൈസ്, എനിക്ക് ആ കുതിരേൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട്. ഭയങ്കര ആഗ്രഹമുണ്ട് കുതിരേനെ കാണാൻ. ഗൈസ്, എനിക്ക് ആ കുതിരേൻ്റെ അടുത്തേക്ക് പോകാൻ ഇവിടെ കയറുണ്ട്. ഈ കയറ് സംഭവം പോകാൻ പറ്റില്ല. ഗൈസ്, നിങ്ങൾ പിന്നെ ക്യാമറയിൽ കാണുന്നുണ്ടാവും ആ കുതിര കണ്ടില്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ കുതിര. എന്ത് രസമാണ് കുതിരയെ കാണാൻ, നിങ്ങൾ നോക്കൂ. അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെയോ കാഴ്ചകളുണ്ട്, ഇഷ്ടംപോലെ കാഴ്ചകൾ. അവിടെ ഒരു നായ്ക്കുട്ടി ഇങ്ങനെ പാറി കളിക്കുന്നു. അവിടെ ഒരു പൂച്ചക്കുട്ടി പട്ടം മാറി കളിക്കുന്നു. പിന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാര്യം പറയാന്ന് വെച്ചാൽ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് അവിടെ. പക്ഷേ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് അടുത്ത കാഴ്ചകൾ കൊണ്ടുവരാം. നമ്മളിവിടെ കുറേ ഫാൻസ് ഉണ്ട്. പേരെന്താ? മിൻഹാജ്, ജിവാദ്, സംനാദ്, അജ്വദ്, ഓക്കെ, ഹന്ന, ഓക്കെ. അപ്പോൾ വ്ളോഗിലുണ്ടാവും. ഓക്കെ, ബൈ.
ഗൈസ് ഇനി നമുക്ക് ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഗൈസ്. എനിക്കിപ്പോൾ എവിടുന്ന് തുടങ്ങണം എന്നുള്ളതിലാണ് ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മര്യാദയ്ക്ക് ഒരു വ്ളോഗ് എടുക്കാൻ കഴിയുന്നില്ല. ഇതാ ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. നിങ്ങൾ പോലീസുകാരെ കാണുന്നുണ്ടാവും ക്യാമറയിൽ. പേരെന്താ? നീലു. ഓക്കെ. സാറ് പേരെന്താ? അമൽ. പേരെന്താ? മനു. അർജുൻ. മുജീബ്. സാറ് പേരെന്താ? ജിനു. ഷാനിദ്. ജിഷ്ണു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ. ഞാൻ ഒരു പുതിയൊരു യൂട്യൂബ് ചാനലുണ്ട്, അനസ് വ്ളോഗ് 21. ഒരു ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളൂ. ക്ഷീണത്തിലാണോ? ഓക്കെ ഗൈസ്, ഫുൾ പോലീസുകാരാണ് ഇവിടെ കമ്പനി കട്ട സപ്പോർട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റെയിൻലെസ്സുകളെ കൊണ്ടുവരാം. എവിടുന്നാ തുടങ്ങേണ്ടിയെന്ന് അറിയില്ല, അതാണ് ഞാനിങ്ങനെ. അവിടെതാ മെയിൻ കുറച്ച് തുഴഞ്ഞ് കളിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അതാ കുറേ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതാണ് ബീച്ച്, ബേപ്പൂർ ബീച്ച് ഫെസ്റ്റ് ഇന്റർനാഷണൽ. വലിയ കാഴ്ചകളൊന്നുമില്ല. നിങ്ങൾ വെറുതെ വരവൊന്നും വേണ്ട, ഇവിടെ എൻ്റെ വ്ളോഗ് കണ്ടാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. അത്ര തന്നെ, വേറെ ഇപ്പം എന്താ അല്ലേ ഗൈസ്? അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഗൈസ്. ഒരു ബേപ്പൂർ ഫെസ്റ്റ് വലിയ ഒരു രസമുണ്ടോയെന്ന് വെച്ചാൽ രസമുണ്ട്, രസമില്ല എന്ന് വെച്ചാൽ രസമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പ്രാങ്കൊക്കെ കളിക്കാം. അപ്പം ഗായ്സ്, ഇനി നമുക്ക് അവിടെ മെയിൻ എൻട്രിയിൽ പോയിട്ട് അവിടെ നിന്നാക്കാം നമ്മളെ നെക്സ്റ്റ് അടുത്ത പ്രോഗ്രാം അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വരെ നടന്നു പോവാം. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കണേ. ലൈക്ക് 1 2 അടിക്കാന്നാണ് ഒരു ചേട്ടൻ പറയുന്നത്. അതന്നെ, ഇത്ര തന്നെ ഇവിടുത്തെ കാഴ്ചകൾ വരുന്നുള്ളൂ. ഇതാണ് ബേപ്പൂർ ഫെസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബേപ്പൂർ ഫെസ്റ്റാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ക്യാമറയിൽ കാണുന്നത്. ഹായ് ഹായ് ഗൈസ്. ഗൈസ് കുഴപ്പമില്ല ഗൈസ്, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ ഒരു ഇങ്ങനെ വരുന്നതെന്ന് അറിയില്ല. കാഴ്ചകളൊക്കെ ഉണ്ട്, പക്ഷേ ഫുൾ എന്തോ ഒരു ഇതാണ് ഇവിടെ. കുറേ ഇതെന്താ എന്താ അങ്ങനെ ഇതാ കണ്ടില്ലേ? ഇതാണ് ബേപ്പൂർ ഫെസ്റ്റ് വരുന്നത്. ഇതാണ് അതിൻ്റെ ബോർഡ്. ഇതാ കണ്ടില്ലേ? എൻ്റെ മോനെ, കോഴിക്കോട് SM സ്ട്രീറ്റ് മാതിരിയുണ്ട്. SM സ്ട്രീറ്റ് പോലെ. ഹായ്. ഇത്രയൊക്കെ തന്നെ. കുറച്ച് പോലീസുകാർ, പിന്നെ കുറച്ച് മനുഷ്യന്മാർ, അവരൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. മെയിനായിട്ട് കുറച്ച് കടൽ കാണാനും അതൊക്കെ തന്നെ. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഇതാണ് ബേപ്പൂർ ഫെസ്റ്റ് വരുന്നത്. നിങ്ങൾ പിന്നെ ക്യാമറയിൽ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതാ മറ്റേ ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. മറ്റേ ഈ ഉത്സവത്തിനൊക്കെ പോയിട്ടുള്ള ആ നൈട്രജൻ ബലൂണൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ട്. പിന്നൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വരിക, കുറച്ചിങ്ങനെ കാഴ്ചകൾ കാണാം. കുറേ ആൾക്കാരുണ്ട് ഗൈസ്, ഇനിയും കുറേ ആൾക്കാരുണ്ട് ഇവിടെ.
ഇതിങ്ങനെ വന്ന് കൊണ്ടേയിരിക്കുക. ഇതിനൊരു അവസാനമില്ല ഗൈസ്. ഇത്ര ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും ഇത്ര പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഇത്രയും ക്രൗഡ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗൈസ്. ബേപ്പൂർ ഫെസ്റ്റ് ഇത്രയും ഒരു ഇതുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ, ഒരിക്കലും വിചാരിച്ചില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും കാണാൻ എന്താ ഇപ്പോൾ ഉള്ളത് ഗൈസ്. അങ്ങനെ ഇവിടുന്ന് കഴിഞ്ഞ് വിട പറഞ്ഞ് പോവാം. അതെ, പിന്നെ യൂട്യൂബർ അല്ലാണ്ട് ഫോണെന്നൊക്കെ പിടിച്ചിട്ട് എന്തത് മാങ്ങ പറിക്കാൻ പോകണത്, ഫോണെന്നൊക്കെ പാടെ പിടിച്ചിട്ട്. നമ്മൾ യൂട്യൂബറായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കൈമലുള്ളത്. അല്ലോ, ഇന്നെ അറിയണ പോലെയാണ് തോന്നുന്നത്. അനസ് വ്ലോഗ് 21 എന്ന് പറയുന്നുണ്ട്. വിഷയം ഇവിടെ എന്താണ് ബേപ്പൂര്? ഇതെന്താണ് കായപ്പോ? തുറന്നോ, ഇത് സബ്സ്ക്രൈബേഴ്സ് കണ്ടോട്ടെ. ആണല്ലേ ഗൈസ്, പുതിയ തരം കേക്ക്. ഫ്രീ കൊടുക്കോ കേക്ക്? ഫ്രീ അല്ല, എമൗണ്ട് ഉണ്ട്. ഓക്കെ, എന്നാ നടക്കട്ടെ. അപ്പൊ വലിയ ബിസിനസ് മാൻ ആകുമ്പോ നമ്മളെ മറക്കരുത്. ഓക്കെ, അനസ് വ്ലോഗ് 21 ഗൈസ്. അപ്പതാ ഗൈസ് കണ്ടില്ലേ, എന്തോ വലിയ എന്തോ ഇവിടെ എന്തോ കനതി എന്തോ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാരും പാടെ വരുന്നത്. ഇന്റെ മോനെ, ഇത് എവിടേക്കാണ് ഈ ജനങ്ങളൊക്കെ നടന്നു പോകുന്നത്? ഇമ്മേ അല്ലോ, ഓ വീട്ടിലുള്ള എല്ലാരും പാടെ ഇങ്ങോട്ട് പോകുന്നതാണ് തോന്നുന്നത്. വീട്ടിലുള്ള എല്ലാരും പാടെ അങ്ങോട്ട് ഇളകി പോകുന്നു തോന്നുന്നു. ആ, നമുക്ക് ആ ഷിപ്പിൽ കയറി വെക്കാം. ഞാൻ അതിൽ പൈസ കൊടുക്കേണ്ടി വരുമോ എന്നറിയില്ല. അമ്മ അവിടെ ഒരു വലിയൊരു ഷിപ്പ് കാത്തിക്കുന്നുണ്ട്. അതെന്താന്ന് അന്വേഷിച്ച് നോക്കാം നമുക്ക്. ഗൈസ്, അതിൽ കയറണമെങ്കിൽ ഒരു 10 രൂപ ചിലവ് മാത്രമേ ഉള്ളൂ. 10 രൂപ ചിലവ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി പോയി വരാം. സാറേ, അത് എവിടെ വരെ പോയി വരും? അപ്പുറം പോയിട്ട് ഇറങ്ങുക. അവിടേക്ക് പോയാൽ ഏത് ജില്ല എത്തി? കോഴിക്കോട്. ഓക്കെ ഓക്കെ. അപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അനസ് വ്ലോഗ് 21. ഇങ്ങനെ കുത്തിക്കളി. ഓക്കെ, ബൈ ഗൈസ്. അവിടെ വലിയ മാറ്റമൊന്നുമില്ല, അവിടെ തന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെ പോവാന്ന് വെച്ചാൽ ഇതാ, ആയി വീട്ടിലുള്ള എല്ലാവരും പാടെ കുറ്റിമറിച്ച് ഇങ്ങോട്ട് പോകുന്നത് തോന്നുന്നു. ഇതിന് ഒരു അവസാനമല്ലേ ഗൈസ്? ഒരു അവസാനം ഇല്ലാത്തൊരു സ്ഥലം. കല്യാണത്തിന് പോലും ഇത്ര ആൾക്കാരുണ്ടാവില്ല. ഒരു ബേപ്പൂർ ഫെസ്റ്റാണ് നിങ്ങൾ ഇതിൻ്റെ ക്യാമറയിൽ കാണുന്നത്. അമ്മോ, എത്ര ആൾക്കാരാ! ഇമ്മേ, ഒരു ജാഥകൊക്കെ പോണ ആൾക്കാരുണ്ട് ഗൈസ്. ജാഥയും കടന്ന് വേറെ എന്തോ ഈ എന്തോ വലിയ എന്തോ ഈ എന്താ ഞാൻ പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ല ഗൈസ്, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, വേണ്ടിയമാരെ ആൾക്കാർ, വേണ്ടിയമാര് ഇഷ്ടം പോലെ. ഇതിനൊരു അവസാനം പോലും ഇല്ല. ഇനിയും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം. ഇഷ്ടം പോലെ ആൾക്കാർ, വേണ്ടിയമാര്. ഇതാ ക്യാമറയിൽ കണ്ടോളൂ ഗൈസ്. നിങ്ങൾ ഇന്ന് ക്യാമറയിൽ ഫുൾ ആൾക്കാരെ ആയിരിക്കും ഇന്ന് കാണുന്നത്. ഫുൾ ആൾക്കാർ, എല്ലാവരുടെ മുഖത്തും ഒരു ചെറിയൊരു പുഞ്ചിരിയുണ്ട്. എന്നെ അറിയുന്ന ഫാൻസുകളാവുമെന്ന് തോന്നുന്നു. എല്ലാവരും ഒരു പുഞ്ചിരി മുഖത്തോടു കൂടിയാണ് നേരിടുന്നത്. ആയ്, അവിടെ പോയിട്ട് എന്ത് കിട്ടാനാണ്? ആയ്, പൊയ്ക്കോളൂ. ആയ് ആയ്, എല്ലാവർക്കും ആയി. അവിടെ പോയിട്ട് ഒന്നും കാണാനില്ല ഗൈസ്. ഞാൻ വെറുതെ പറയല്ല, ബേപ്പൂർ ഫെസ്റ്റ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്യാമറയിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ അവിടെ ഉള്ള എല്ലാ കാഴ്ചകളും ഇനിയിൽ എടുത്തിട്ടുണ്ട്. ഇത്ര തന്നെ. നിങ്ങൾക്ക് ഇനി ബേപ്പൂർ വരേണ്ട ആവശ്യമില്ല, എൻ്റെ വ്ളോഗ് കണ്ടാൽ മതി. കണ്ടില്ലേ, വെറുതെ പോവാം അവളെ യൂട്യൂബർ. ഓയ്
അതെ, പേരെന്താ? പേരെന്താ? സഫ. ഓക്കെ, അപ്പോൾ ഈ ബേപ്പൂർ ഫെസ്റ്റ് നിങ്ങൾ വെറുതെ പോവാം, എൻ്റെ വ്ളോഗ് വീട്ടിൽ വന്ന് കണ്ടാൽ മതി. ഓക്കെ, ബൈ ഗൈസ്. ഹായ് 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 എല്ലാവർക്കും ഹായ് ഹായ്. മാറിന്നോളൂ, വലിയ ആരോ പോകുന്നുണ്ട്. ഇനി നമുക്ക് സാറേ ഇനി അങ്ങോട്ടൊക്കെ എന്താ ഉള്ളത്? അവിടേക്ക് ഷിപ്പായിരുന്നു. ഷിപ്പാണ്. ഇത് ഒരു യൂട്യൂബ് ചാനലാണ്. ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോണേ. അവിടെ ഒരു ഷിപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഷിപ്പും കൂടി കണ്ടിട്ട് നമുക്ക് വ്ളോഗ് അവസാനിപ്പിക്കാം. ഗൈസ്, നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഷിപ്പ് ഞാൻ കാണിച്ചു തരാം. എന്തോ ഒരു വലിയ ഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. വലിയ എന്തോ ഷിപ്പ് ഉണ്ട് അവിടെ, നമ്മൾ പോയി നോക്കാം. സ്റ്റേ ട്യൂൺ. അത് കണ്ടില്ലേ, ഇവിടെയും കുറേ ആൾക്കാർ. അറിയോ? ആരാ? അതെ, കായല വ്ളോഗർ. ഓക്കെ ഗൈസ്, നമ്മൾ അറിയുന്ന സാറാണ്, വേണ്ടപ്പെട്ട സാറാണ് ഗൈസ്. അപ്പോൾ ഇതാ ഇപ്പം എൻ്റെ ക്യാമറയിൽ കണ്ട സാറ് നമ്മളെ വേണ്ടപ്പെട്ട സാറാണ്. ആ സാറ് നമ്മളെ നാട്ടിലുള്ളതാണ്, ഉമേഷ് സാറാണ്. അപ്പോൾ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി നമ്മളിതാ അവിടെ എന്തോ ഒരു വലിയ എന്തോ ഒരു ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കാണാം. കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ മതി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗൈസ്, കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഷിപ്പ് കാണാം അല്ലേ? ആ ഇവിടെ ആൾക്കാർ, കുറേ ആൾക്കാരുണ്ട് ഗൈസ്. എല്ലാവരും ക്യാമറ നോക്കി ആയി പറഞ്ഞോളൂ. യൂട്യൂബാ? ഹായ്. ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയാൽ എന്താണെന്ന് വെച്ചാൽ ആ ഷിപ്പ് നിങ്ങൾക്ക് കാണാം. അതിമനോഹരമായ ഷിപ്പാന്ന് തോന്നുന്നു. കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഓ, വർക്കിംഗ് ഉണ്ട്. ഓക്കെയാണ് ഗൈസ്. നമുക്കിവിടെ വേണ്ടത്ര ഒരു പവർ കാണിച്ചതിനോട് നമ്മളെ ഉള്ളോട്ടേക്ക് കയറ്റിയിട്ടുണ്ട്. അതാ കുറച്ച് മുന്നിലാണ് നമ്മളെ ഇത് വരുന്നത്. നമ്മളെല്ലാ കാഴ്ചകളും അതാ മുന്നിൽ തന്നെ അതാ വലിയൊരു ബോട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ക്യാമറയിൽ കാണാം. ഇതാ നമ്മളൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല, നമ്മളവിടെ തുറന്നു വിട്ടതാ ഗൈസ്. ഇതാ മുന്നിലിതാ നമ്മളെ വലിയൊരു ബോട്ട് കാണുന്നുണ്ട്. ആ ബോട്ടാണ് ഇത്രയും സ്പെഷ്യലായി കിടക്കുന്നത്. ഇതാ ആ ഒരു ബോട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഉള്ളത്. ഇതാ ഈ ഒരു ബോട്ട്. ഐസപ്പിൻ്റെ ഉള്ളിലുള്ള ഇവിടെ വീഡിയോ അലൗഡ് ഇല്ല, അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതവിടെ നിന്ന് കിട്ടിയ എന്തോ ഒരു സ്ലിപ്പാണ്. ഇനി കാബ്ര എന്ന് പറഞ്ഞിട്ട് എന്തോ സംഭവം. ഇതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. എന്തോ വലിയ യുദ്ധക്കപ്പലേറ്റാ. കഴിച്ച് അത്രേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ അങ്ങനെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ ഈ ഷിപ്പിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങിപ്പോകുന്നത്. ഇതാ ഈ കാണുന്ന ഈ ഷിപ്പ്. ഇതിനാണ് ഇത്രയും ആൾക്കാർ ആ ക്യൂ കണ്ടത്. ഈ ഒരു വലിയൊരു ഷിപ്പ്. ഇത് വലിയ എന്തോ ഒരു എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു ആൾക്കാരെ ഷിപ്പാണ്. ഇതിന് കാബ്ര എന്ന് പറഞ്ഞ ഒരു ഷിപ്പാണ് ഈ കാണുന്നത്. ബേപ്പൂർ ഫെസ്റ്റിലെ കാണാൻ വേണ്ടിയിട്ട്, വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഷിപ്പാന്ന് തോന്നുന്നു. അത് വേറെ ഏതോ ആളെ ഷിപ്പാണ്. ഇത് നേവിക്കാരതാണ്, അത് വേറെ ഏതോ ടീമിൻ്റെതാണ്. ഇനി നമുക്ക് പോവാം. ഇത്ര തന്നെ. അതിനാണ് ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്. കണ്ടില്ലേ, ഈ വെള്ള യൂണിഫോം ഇട്ട ആൾക്കാരാണ് ഈ ഷിപ്പിൻ്റെ ഓണേഴ്സ്. ഈ വെള്ള യൂണിഫോം ഇട്ടവർ. അപ്പോൾ അത്ര തന്നെ. ഇനി നമുക്ക് നേരെ എക്സിറ്റ് ആവാം. അവിടെ എന്താ ഉള്ളത് നോക്കി നോക്കാം. അവിടെ എന്തോ സംഭവം ഉണ്ട്, അതും കൂടി കാണിച്ചു തന്നിട്ട് നമ്മൾ ഇവിടുന്ന് വിട പറഞ്ഞ് പോവാം. ഗൈസ്, ഈ കാണുന്നത് കേരള പോലീസിൻ്റെ
ടെലേ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഭാഗമായിട്ട് എന്തോ സംഭവമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ്. ഇതെന്താ സാധനം? ഏത് ഈ ബോംബ് കണ്ടുപിടിക്കണേ ആണല്ലേ? ഓക്കെ. പിന്നെ ഇതോ അങ്ങനെ പറഞ്ഞാൽ ആ ഓക്കെ. ആ ഇപ്പം എൻ്റെ ക്യാമറയിൽ കാണുന്നത് ഒരു ജാക്കറ്റാണ്. ഈ നമ്മളെന്തെങ്കിലും സേഫ്റ്റി കിടുന്ന ഒരു ജാക്കറ്റ്. ഇത് നമ്മളെ ഹെൽമെറ്റ്. ഇതെന്താ സാധനം എന്ന് അറിയില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ടീംസിനെ പരിചയപ്പെടാം. ഇതാണ് കണ്ടില്ലേ, കേരള പോലീസ് ടെലേ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കോഴിക്കോട് സിറ്റി പോലീസ് അവർ നടത്തുന്ന ഒരു ജസ്റ്റ് ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർ മാക്സിമം ലൈക്ക് അടിക്കണേ. അപ്പോൾ നമ്മളിന്ന് ബേപ്പൂർ ഫെസ്റ്റാണ് കാണിക്കാൻ വന്നത്. ഇതാ ഞാൻ ഒരു ഫിറ്റായിട്ടുള്ള ഒരാളെ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഉണ്ടാവും, ലുക്ക് മൊത്തം ഇങ്ങനെ ആയിരിക്കും. ഇനി നമുക്ക് പോവാം. കണ്ടില്ല ഗൈസ്, കുറേ ഷിപ്പുകളാണ് ഇവിടെ ഉള്ളത്, ഇഷ്ടംപോലെ ഷിപ്പുകൾ. ഇനി നമ്മൾ എക്സിറ്റ് ആവാം ഗൈസ്. ഇനി നമ്മൾ എക്സിറ്റ് ആവാൻ പോവാണ്. ഇത്ര തന്നെ കാഴ്ചകളുള്ളൂ. ഇനി നമുക്ക് നേരെ എക്സിറ്റിലേക്ക് കടക്കാൻ പോവാം. അവിടെ ഇനിയും കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം ഗൈസ്. ഇവിടുത്തെ മൊത്തം പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പുറത്തേക്കാണ് കിടക്കാൻ പോകുന്നത്. എനിക്കിവിടെ ഫുൾ അലോഡ് തന്നിട്ടുണ്ട്. നമ്മളൊരു വ്ളോഗർ ആയതുകൊണ്ട് നമ്മൾ ആ ലുലു മാളിൽ മാതിരിയുള്ള സ്വഭാവം ഇവിടെ കാണിച്ചിട്ടില്ല. ഇവിടെ മൊത്തം ഹാപ്പിയാണ്, ഫുൾ ഹാപ്പി മൊമെൻറ്റ്. 5 മിനിറ്റിനോട് ക്ലോസ് ചെയ്യുന്ന അവർ പറയുന്നത്. അപ്പോൾ ഈ കാണാൻ വരുന്നവർ കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാം. കണ്ടില്ലേ എൻ്റെ മോനെ, ഇഷ്ടംപോലെ ആൾക്കാർ. ഹായ്. ഓ എല്ലാവരും വരും. വരും. അനസ് വ്ളോഗ് 21. ഓക്കെ ബൈ എല്ലാവരും. ഓക്കെ വരും. യൂട്യൂബാണ് അനസ് വ്ളോഗ് 21. ഓക്കെ അറിയില്ല. ഓക്കെ ഹായ്. ഓക്കെ ഗൈസ്, ഇവിടെ ഇത്രയും ജനങ്ങളാണ്. പോയിക്കോളൂ. അടിപൊളിയാണ്, അടിപൊളി ഷിപ്പ്. പോയിക്കോളൂ. ഓ വെരി ഗുഡ്. ചാനൽ അനസ് വ്ളോഗ് 21. ഓക്കെ അതെ, യെസ്. ഓക്കെ ബൈ. അനസ് വ്ളോഗ് 21. ഓക്കെ ഹായ്. പേരെന്താ? റേൻഡീസ്. ഷിപ്പ് അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അതാണ് നമ്മുടെ ബേപ്പൂർ ഇന്റർനാഷണൽ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇനിയും വരുന്ന വർഷങ്ങളിൽ ഈ ഒരു സീസണിൽ എല്ലാവരും വന്ന് കാണാം. ഒരുപാട് നല്ല പ്രോഗ്രാമുകൾ നമ്മുടെ മിനിസ്റ്റർ ടൂറിസം മന്ത്രി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും പറയാം. ഓക്കെ എന്നായിക്കോട്ടെ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ ഗൈസ്, അത്രയ്ക്ക് തന്നെ ഇവിടെ കാണിക്കാനുള്ളൂ. അപ്പോൾ നമുക്കിന്ന് എൻ്റെ ചാനലിൽ ബേപ്പൂർ ഫെസ്റ്റ് ഇടാനൊരു ആഗ്രഹവും, അതുകൊണ്ട് എല്ലാവരും പിടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ബ്ലോക്ക് കൂടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇനിയിപ്പം ബ്ലോക്ക് അധികമാവും. കാറൊക്കെ മെല്ലെ പോണേ, വൻ ബ്ലോക്കാണ് വരാൻ പോണേ. അത്രയും ജനങ്ങളാണ് ഈ കൺട്രിയിൽ മൊത്തം ഉള്ളത്. ഇവിടെ ഉള്ള എല്ലാ സ്ഥലത്തും കുറേ ജനങ്ങളുണ്ട്. ജനങ്ങൾ തിങ്ങി നിറയുകയാണ് ജനങ്ങൾ. അപ്പോൾ ഇതാണ് ബേപ്പൂർ ഫെസ്റ്റിവലിൻ്റെ ക്യാമറയിൽ കാണുന്നത്. ഇവിടെ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കേരള പോലീസിൻ്റെ ഒരു ടീം തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതന്നെ ഇതാ മറ്റേ നേരെ പോയാൽ മതി. അതെ അല്ലാ മോനെ, ഇത് നമ്മളെ കൂടെ പഠിച്ച ആളാണ്, റോഹനാണ്. പിന്നെ
ഓക്കെ ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ട് രീതിയിൽ. കേരള പോലീസ് മുതൽ എല്ലാവരും ഉണ്ട്. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വരുന്നത് ഗൈസ്. ഇനി നമ്മളെ കയ്യിൽ കുറച്ച് മുട്ടായി വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുക. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസും ചോദിക്കാം. ബേപ്പൂരുള്ളവർക്ക് വിവരം ഉണ്ടോ നോക്കാം. വെറുതെ ഫെസ്റ്റ് കാണാൻ വന്നതാണെന്ന് ചോദിച്ചു നോക്കാം. വെറുതെ ഒരു പ്രാങ്ക് ഗൈസ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അവിടെ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് ആൾക്കാരോട് ചോദിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിതങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാം. വൻ ബ്ലോക്കാണ് അവിടെ. വൻ ബ്ലോക്ക് എന്ന് വെച്ചാൽ വൻ ബ്ലോക്ക്. ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നത് യഥാർത്ഥ ബ്ലോക്ക്. ഹാപ്പി ന്യൂ ഇയറിന് പോലും അത് ബസ് തന്നെ തിങ്ങി നിറഞ്ഞിട്ടാണ് വരുന്നത്. എൻ്റെ മോനെ നോക്ക്, എമ്മാരി ബസ്സാ. അതിൽ മൊത്തം ആൾക്കാരാ. ഒക്കെ ബേപ്പൂർ ഇവിടേക്ക് ഫെസ്റ്റ് കാണാൻ വരുന്നവരാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബേപ്പൂർ ഫെസ്റ്റിൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മാക്സിമം ലൈക്ക് അടിക്കണം. ആ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ അല്ലേ? എന്താ നോക്കുന്നവര്? അല്ല മോനെ, എത്ര ആൾക്കാരാ വരുന്നത്. അവിടെ നമ്മൾ സേഫ്റ്റിക്ക് ഇതാ കേരള പോലീസ് ഇതാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പോലീസുകാർ അവിടെ ഉള്ളത്. പുതിയ പുതിയ പോലീസുകാർ അതാ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. നോക്കിയോ ഒരുപാട് പോലീസുകാർ, ഒരുപാട് ആൾക്കാർ. ബസ് എവിടുന്ന കിട്ടുകയെന്ന് പോലും എനിക്കറിയില്ല. നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള ബസ് അതാ അവിടെ കുറച്ച് ഫാൻസ് അവിടെ. എന്താ സുഖല്ലേ? ഒരു ക്യാമറ നോക്കി ആയി പറഞ്ഞു. ഓക്കെ ബൈ. കണ്ടില്ല ഗൈസ്, ഒരുപാട് പോലീസുകാർ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇഷ്ടം പോലെ പോലീസുകാർ ഓരോരോ ഡ്യൂട്ടി ചെയ്യുന്നവരാ. കുറച്ച് ആൾക്കാർ ബ്ലോക്ക് നിയന്ത്രിക്കുന്നു, അങ്ങനെയൊക്കെ തന്നെ. ഗൈസ് നിങ്ങളെ ഡ്യൂട്ടി അടിപൊളിയാണ്. ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. കുത്തിക്കളി ഓക്കെ, അടിപൊളിയല്ലേ? ഓക്കെ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ക്യാമറ നോക്കി ആയി പറഞ്ഞോളേ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കയ്യിൽ കുറച്ച് മുട്ടായി ഞാൻ വാങ്ങിയതിനോട് അതാ ഗൈസ്. കുറച്ച് ചെറുപ്പക്കാരെ കണ്ടുപിട്ടിട്ടുണ്ട്. പേരെന്താ? ജിയാദ്, സാബിത്ത്, ഫൈസൽ, നിസാർ. ഓക്കെ, നിങ്ങൾ ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ വന്നതാ അല്ലേ? എന്തൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ ബേപ്പൂരിനെ കുറിച്ച്? നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പോകണല്ലേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് എന്നൊന്ന് പറയാൻ. കണ്ടിട്ട് ഓക്കെ. ഞാൻ കണ്ടത് വലിയ മെച്ചമൊന്നുമില്ല. കുറേ ബോട്ടും ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. എൻ്റെ വ്ളോഗിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അനസ് വ്ളോഗ് 21. ഒരു ക്വസ്റ്റ്യൻ ആയാലോ? സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു മാത്സ് ആണ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ആരോടാ ചോദിക്കുക? ഒരു മാത്സ് ആരാ ഇതിൽ ഏറ്റവും ടോപ്പ്? ആണോ? 777 പ്ലസ് 333 എത്ര? 777 പ്ലസ് 333 1100. ഓക്കെ, നിങ്ങൾ പറയൂ. 50. ഓക്കെ, നിങ്ങൾ പറയും. 1200. ഓക്കെ, നിങ്ങൾ പറയും. 1010. കാണാൻ പോയിക്കോളൂ. ഒക്കെ റോങ് ആയിട്ടുണ്ട്. ഓക്കെ ബൈ. ഒക്കെ റോങ് ആയ ടീം. യൂട്യൂബ് ചാനൽ എങ്ങനെ? ലോട്ടറി എങ്ങനെ ഉണ്ട്? മോശമാണല്ലേ ഗൈസ്? ഇവിടെ ലോട്ടറികൾ കുറേ ഉണ്ട്. എന്തായാലും ഇത് അടിപൊളിയാവും. ഞാനിന്ന് ബേപ്പൂർ ഫെസ്റ്റ് എടുക്കാൻ വന്നു. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. അതെ, ഒരു ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളി. എൻ്റെ പേര് സുരേന്ദ്രൻ. സുരേന്ദ്രൻ ഗൈസ്, സുരേന്ദ്രേട്ടനാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളോടൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആയാലോ? ഓക്കെ, ഒരു ചെറിയൊരു കണക്കാണ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, 777 പ്ലസ് 333 എത്ര? 777 പ്ലസ് 333. ആ, 222.
1110 തോന്നുന്നു. 1110. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൊള്ളിയാണ്, ഒന്നും പറയാനില്ല. ഓക്കെ, ബൈ. കണ്ണട വെച്ചോളൂ, ഒരു ഗുമ്മായിക്കോട്ടെ. ഓക്കെ, പേരെന്താ? ഫസ്ലുനിയാസ്. സാദ്. ഓക്കെ, ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യാണ് ചോദിക്കാൻ പോകുന്നത്. ഈ റംബൂട്ടാൻ ഇല്ലേ, അതിൻ്റെ ജന്മദേശം എവിടെയാണ്? ഭൂട്ടാൻ. ഓക്കെ, അറിയില്ല. ഓക്കെ, അപ്പോൾ അറിയാത്തവർ ഇതിലൊരു 4 വരി പാട്ട് പാടണം. ഞാൻ ഒരു പാട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി കിടക്കുന്ന ദുനിയാവിൽ ഈ മണ്ണിൽ എന്തുണ്ട് മുഖ്യം, പ്രാന്തായാൽ എന്ത് സുഖം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടില്ലേ, അതൊന്നും പാടണം. ആണല്ലേ? ഓക്കെ, പാടാൻ അറിയില്ല. എന്നാൽ നിങ്ങളിപ്പോൾ ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ പോകല്ലേ, നിങ്ങളെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെ ഉണ്ട് അവിടെ? എന്തൊക്കെ ഉണ്ടാവണം എന്നാ നിങ്ങളെ മൈൻഡിൽ? നമ്മൾ റീല് കണ്ടുവരിക. ആ റീലിൽ എന്തൊക്കെയാ ഉള്ളത് ഒന്ന് പറയൂ. ഹെലികോപ്റ്റർ ഉണ്ട്. വെരി ഗുഡ്. പിന്നെ ഡ്രോണുകൾ ഉണ്ട്. പിന്നെ ലൈറ്റിംഗ് ഉണ്ട്. പിന്നെന്തോ സ്റ്റേജ് ഷോ ഉണ്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാലേ, ഒരു ചെക്കൻ ഇങ്ങനെ ഒരു മറ്റേ പാരച്യൂട്ടിന്റെ മുകളിൽ പറന്ന് കളിക്കും, അതാണ് ഹെലികോപ്റ്റർ. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? ഡ്രോൺ ഇല്ല, ഒരു ഡ്രോണ് പോലും ഞാൻ കണ്ടില്ല. പോയി, നിങ്ങൾക്ക് വേണമെങ്കിലും ഇപ്പോൾ ഒന്ന് പോയി കണ്ടുവരാം. ഓക്കെ, എവിടെ സ്ഥലം? എവിടാ? കൊടുവള്ളി ഉള്ളവർക്ക് ആയി പറഞ്ഞു. ഓക്കെ, എല്ലാവരും ഫോളോവേഴ്സ്. ഓക്കെ, എന്നായിക്കോട്ടെ, ഞാൻ പോയി. ഓക്കെ, ബൈ. അനസ് വ്ലോഗ് 21. ഓക്കെ, ഇഷ്ടം പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അത് തീരുന്നില്ല അവിടെ. ക്രൗഡ് എന്ന് വെച്ചാൽ ക്രൗഡ്. അള്ളാഹ്ക്കറിയാം ഇവരെന്തിനാ അവിടെ വരുന്നതെന്ന് ആർക്കറിയാം. കുറേ ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാർ, വേണ്ടിമാരെ ആൾക്കാരാണ്. ഹായ്, യെസ്. ഓക്കെ ഗൈസ്, ഇനിയും എന്നെ അറിയുന്ന കുറേ ഫാൻസുകൾ ഇനിയും ഉണ്ടാവും. നമുക്ക് എല്ലാവരും കൊണ്ടുവരാം. ഞാൻ തല വരെ നടക്കാൻ പോവാത് കഴിയുന്നേ അല്ലേ ഇവിടെ. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ്. അപ്പോൾ നമുക്ക് ഒരു പാട്ട് പാടിപ്പിച്ച് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? ഇതിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എനിക്ക് ലൈക്ക് തരണം. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വ്ളോഗും എടുത്തത്. ഓക്കെ ഗൈസ്, കണ്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കാം. എവിടെ നിന്നൊക്കെയാ വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ ക്യാമറയിൽ കാണുന്നുണ്ടാവും കുറേ ആൾക്കാരെ. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ വ്ളോഗ് അവസാനിപ്പിക്കുന്നതാണ്. ഗൈസ്, കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? ഹംന. നിയ. നെഷ. എവിടെ പഠിക്കുന്നത്? എടവണ്ണപ്പാറ, വായക്കാട്. ഓക്കെ, അവിടെ നിന്ന് വരാം അല്ലേ? അപ്പോൾ പന്തിരങ്കാവ് നിന്ന് വരാം. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഈ റംബൂട്ടാൻ അതിൻ്റെ ജന്മദേശം എവിടെയാണ്? റംബൂട്ടാനില്ല, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്, അതിൻ്റെ ഫസ്റ്റ് ടൈമായിട്ട് ലോഞ്ച് ചെയ്തത് എവിടെയാണ്? അറിയില്ല. ക്ലൂ മല എന്ന് വെച്ചിട്ടുള്ളൊരു സ്ഥലം. മലമ്പുഴ. ഓക്കെ, അറിയോ? അപ്പോൾ ഞാൻ ഒരു വരി പറഞ്ഞുതരും, അത് നിങ്ങൾ പാടിയാൽ മതി. ഓക്കെ? ആര് പറഞ്ഞു മ്യാവ്, ഞാനാ നിങ്ങളെ കാത്തു, എന്നോടൊപ്പം കൂടാൻ ആർക്കാണ് ഇഷ്ടം. അത് നിങ്ങൾ 3 ആളും പാടെ പാടിയാൽ മതി, പ്രശ്നമില്ല, പാടിക്കോളൂ. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു പാട്ടുണ്ട്. ഇന്നലെ മറ്റേ യേശുദാസൻ പാടിയ ഒരു പാട്ടുണ്ട്. ആ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നുണ്ടോ? യേശുദാസിനെ അറിയോ? ആരാണ് അയാൾ? പാട്ടുകാരൻ. അയാൾ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ നിങ്ങളത്? നിങ്ങളെ മനസ്സിലേക്ക് വരുന്നത് ഏതാ? യേശുദാസിൻ്റെ സിനിമ കാണില്ല. അയാൾ സിനിമയിലൊന്നുമില്ല, സിനിമയിലില്ലാത്ത ആളാണ്. കിട്ടൂല.
എന്നാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം ചോദിക്കാൻ പോവാം. നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത്? ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഒരു മാത്സ് ആണ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, 777 + 333 എത്ര? 777 + 333 എത്ര? 10,000. ഓക്കെ, ആ അതെ, ഇപ്പോൾ 10,000 പറഞ്ഞു. യെസ്, കുട്ടികളും. ഓക്കെ, നിങ്ങൾ പറയൂ. 777 + 333 പറയൂ. 11,110. ഓക്കെ, നിങ്ങൾ പറയൂ. 777 + 333 കിട്ടണില്ല. അപ്പോൾ റോങ് ആൻസർ ആയിട്ടുണ്ട്. 1110. ഓക്കെ, ബൈ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഈ 11,110. 1110. ഓക്കെ, എന്നാൽ നമുക്ക് ഒരു മുട്ടായി തരാം. സിമ്പിൾ. ഓക്കെ, ശരിക്കും എൻ്റെ ക്യാമറയിലുണ്ടാവും. ഓക്കെ, ക്യാമറ നോക്കി ആയി പറഞ്ഞു. ആയി. ഓക്കെ, ബൈ. സംഭവം എൻ്റെ ആ കേട്ടതിലാണോ തെറ്റ്, അല്ലെങ്കിൽ എൻ്റെ വ്ളോഗിലാണോ ശരിയുള്ളത് നിങ്ങൾ നോക്കണം. സംഭവം കുട്ടി എന്തോ 11,000 എന്ന് പറഞ്ഞ മാതിരി കേട്ടപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു പോയതാണ്. ഞാനങ്ങനെ ഒരാളെ ആൻസറും തെറ്റിക്കല ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ കുറച്ചും കൂടെ ലൈസ് എങ്ങനെ രുചിയുണ്ടോ? എന്താ ടേസ്റ്റ് വരുന്നത് ഇപ്പോഴത്തെ ലൈസിന്? എന്താ ടേസ്റ്റ്? ആദ്യ ടേസ്റ്റ് തന്നെ. ഓക്കെ, നിങ്ങൾ ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ പോവാം. എന്തൊക്കെയാണ് നിങ്ങളെ എക്സ്പെക്റ്റേഷൻസ്? എന്തൊക്കെ? ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ വ്ളോഗിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ബൈ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കുറച്ചുകൂടി ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവും. ഈ ഇഷ്ടം പോലെ ആൾക്കാരാണ് വരുന്നത്. ഓ ഹായ്. ഓക്കെ ഗൈസ്, ഇത് ഒരു സൈഡിൽ നിന്നാണ്. ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു അവസാനം എന്ന് മനസ്സിലാവുന്നില്ല. ഞാനിങ്ങനെ കുറേ നേരമായി വ്ളോഗ് എടുക്കുന്നത്. ഗൈസ്, നമ്മളെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ വ്ളോഗും ഉണ്ട്, മിക്സാണ്. ഇതിനൊരു അവസാനം കാണുന്നില്ല. ഹിന്ദിക്കാർ വരെ വരുന്നുണ്ട്. വേറെ ആർ യു ഫ്രം? അസ്ലം. വേറെ ആർ യു ഫ്രം? എവിടുന്ന? ഹിന്ദി. എവിടുന്ന്? ഓക്കെ, ബൈ. ഹിന്ദിയാണ് നമുക്ക് അറിയില്ല. നമുക്ക് ഹിന്ദി തീരെ പഠിച്ചില്ല. ഇതാ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഹായ്, പേരെന്താ? CS. പേരെന്താ? ശ്രീലയ. ബേപ്പൂർ കാണാൻ പോവല്ലേ? ബേപ്പൂർ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെ? വന്നിട്ടുണ്ട് ഇതിന് മുന്നേ. ബേപ്പൂർ ഫെസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സീസൺ 4 ആണല്ലോ. അപ്പോൾ സീസൺ 3, 1, 2 അതിലൊക്കെ വന്നിട്ടുണ്ടോ? 1 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? കുറച്ച് സൈഡിലേക്ക് വന്നോളൂ. ആ, പിന്നെ അതൊക്കെ കാണണം. ഷോ ഉണ്ട്. അതെ. ഡ്രോണല്ല, ഈ മേലെ കൂടെ ഈ ചില ഒരു ടീമുണ്ട്, ഈ മറ്റേ തുമ്പിമാരി പറന്നിട്ട് കളിക്കുന്ന ടീമില്ലേ? എൻ്റെ പേരെന്തീന്? തുമ്പിമാരി ഇങ്ങനെ കളിക്കണ. അതെ, പാരച്യൂട്ടില്ലേ? അവരാ ഉള്ളത്. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. ഡ്രോണ് സംഭവം ഇല്ല അവിടെ. ഓക്കെ, ഇന്നലെ ഉണ്ടേനു. ശരിക്കും? എങ്ങനത്തെ കളറാ ഡ്രോണ്? അതെ. ഓക്കെ, ക്യാമറ നോക്കി ആരും ആയി പറഞ്ഞു. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, ആ പ്രാങ്ക് പൊക്കി. ഗൈസ്, ഇതും കൂടി കഴിഞ്ഞാൽ അവസാനിപ്പിക്കാൻ പോവാം. നിർത്തി, ലെങ്ത്ത് കൂടി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബേപ്പൂർ ഫെസ്റ്റ് കാഴ്ചകൾ. അപ്പോൾ നമ്മളിതാ ഇവരോട് ചോദിക്കാൻ പോവാണ്. പേരെന്താ? ശ്രീനന്ദ. ഓക്കെ, നൈസ് നെയിം. പിന്നെ ശ്രേയ, ഹിമ. ഓക്കെ, നിങ്ങളോട് ഈ റംബൂട്ടാനില്ലേ, റംബൂട്ടാൻ ഫസ്റ്റ് ടൈം ആയിട്ട് വന്നത് എവിടെയാണ്? അതെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. മാ വെച്ചിട്ടാണ് സ്ഥലപ്പേര് വരുന്നത്. അത്രയും വലിയ ക്ലൂ വേറെ ആരും തരില്ല. അതെ, കിട്ടിയില്ലെങ്കിൽ ഒരു 4 വരി പാട്ട്, നിങ്ങൾക്ക് മൈൻഡിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മതി. കിട്ടൂല? അതിൻ്റെ അതെ, മാ വെച്ചിട്ട് സ്ഥലപ്പേരാണ്. തിങ്ക് ചെയ്തോളൂ. ബേപ്പൂർ കാണാൻ പോകില്ലേ?
ഓക്കെ നൈസ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വ്ളോഗിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. ഓക്കെ, അപ്പോൾ ഏത് പാട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? നിങ്ങൾ മൂന്നാളും കൂടി പാടിക്കോ? ഒരാൾ പാടിയാൽ മതി. ഓക്കെ, ആ ഏതെങ്കിലും പാടിക്കോ? കുറേ ആൾക്കാരുണ്ട് ഇല്ലേ പാട്ട് പാടുന്നത്. ഓക്കെ മതി, കാക്കേ കാക്കേ മതി. ഓക്കെ ഹാപ്പി. അപ്പോൾ റംബൂട്ടാൻ എവിടെ വരെ വന്നത്? ഒന്നുകൂടി തിങ്ക് ചെയ്തോ, കിട്ടും. മാവ് വെച്ചിട്ട് കിട്ടില്ലല്ലോ. മലേഷ്യ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ചെറിയൊരു മാത്സ് ആണ്. 777 പ്ലസ് 333 എത്ര? 333. ആയിരത്തി 100. ഓക്കെ പറയൂ, ഒന്ന് കിട്ടും, ഒന്ന് തിങ്ക് ചെയ്താൽ കിട്ടും. എവിടെ പഠിക്കുന്നത്? ബേപ്പൂർ സ്കൂളിലല്ലേ? ഓക്കെ, ബേപ്പൂർ ഫെസ്റ്റ് എന്തായാലും വാച്ച് ചെയ്യണം, അടിപൊളിയാണ്. ഓക്കെ, നിങ്ങൾ പറയൂ. നിങ്ങൾക്കും പറയാം. കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? 1000 പറയൂ. ഞാൻ അപ്പം തന്നെ പറഞ്ഞു പോയേനു. 1100 അല്ലേ? കൺഫേം അല്ലേ? 777 പ്ലസ് 333. ആ 333. 777 പ്ലസ് 333 1100. ഓക്കെ, ഉറപ്പിച്ചാള് കുട്ടികൾ. ഓക്കെ, നിങ്ങൾ പറയും. പറഞ്ഞോളൂ, തെറ്റിയാലും പ്രശ്നമില്ല. പോരട്ടെ. ഏതാ ഇയർ പഠിക്കുന്നത്? ഫസ്റ്റ് ഇയർ. പ്ലസ് 2 ആണോ അല്ലെങ്കിൽ ഡിഗ്രി ആണോ? പ്ലസ് 1 അല്ലേ? അപ്പോൾ 10ൽ എത്ര A+ ഉണ്ടായിരുന്നു? 6 A+ ഉണ്ടല്ലേ? എയിലൊക്കെ മാത്സിലില്ല. വളരെ എനിക്ക് തോന്നി. ഓക്കെ, കിട്ടൂല. അപ്പോൾ ആൻസർ എന്താ അറിയോ? 1110. ഓക്കെ, അപ്പോൾ ക്യാമറ നോക്കി ആയി പറഞ്ഞോ. മതി, ബൈ. പേരെന്താ? നന്ദിത. ഒരു സിമ്പിൾ ഒരു മാത്സ് ചോദിക്കാൻ പോകുന്നത്. എന്നാലും കിട്ടും, ഒന്നുകൂടി ആലോചിച്ചാൽ കിട്ടും. 770. അതെ, നിങ്ങൾക്ക് പങ്കെടുക്കാം, വരൂ. ഒരു മാത്സ് ആണ്. 777 പ്ലസ് 333. യെസ്, കിട്ടുമോ? കുറവല്ലേ? എന്നാൽ കുത്തിക്കാള്. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ബൈ. അനസ് വ്ലോഗ് 21. ബൈ. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ ബേപ്പൂർ ഫെസ്റ്റ് ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കുറച്ചുകൂടി ആൾക്കാരെ കൊണ്ടുവന്ന് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഇത് ഏതായാലും 1 hour ആകുമ്പോൾ വീഡിയോ എന്തായാലും ഇപ്പോൾ 58 മിനിറ്റ് ആയിട്ടുണ്ട് വീഡിയോ. 58 മിനിറ്റിൻ്റെ വീഡിയോ കയറാൻ പോണ്. 1 hour ബേപ്പൂർ ഫെസ്റ്റ്. ഓക്കെയാണ്. കുറേ ആൾക്കാരുണ്ട്, എവിടുന്നൊക്കെ വരുന്ന ഈ കാഴ്ചകൾ കാണാൻ വരുന്ന ആൾക്കാരാണ് നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നത്. യെസ് ആണല്ലേ? നമ്മളെ ഫോളോവേഴ്സ് ആണിത്. അപ്പോൾ പേരെന്താ? ഫായിസ്. നിങ്ങളെ പേരെന്താ? അസ്രു. ഈ റംബൂട്ടാൻ ഇല്ലേ, ഫസ്റ്റ് ടൈമായി കണ്ടുപിടിച്ചത് എവിടെയാണ്? വിദേശത്ത്. ആ വിദേശത്തിന്റെ പേരെന്താ? പറയൂ. മാ വെച്ചിട്ട സ്ഥലം മലേഷ്യ. നിങ്ങൾ പറയൂ. മലേഷ്യ. ഓക്കെ, പോവല്ലേ? ഒരു മുട്ടായി ഉണ്ട്, ഇതാ 2 മുട്ടായി എടുത്തോളി. ഓക്കെ, ഒരു ക്യാമറ നോക്കി ആയി പറഞ്ഞോളി. ഓക്കെ, ബൈ. ഓക്കെ, നമ്മളെ ചങ്കുകളാന്നാ പറയുന്നത്. ചങ്ക്. ഇത് കഴിയുന്നില്ല ഗൈസ്. ഇനി അവിടെ എന്തോ ഒരു ആൾക്കൂട്ടുണ്ട്, അവിടെയും കൂടി ഒന്ന് പോയിക്കാളാം.
ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് എൻ്റെ ഒരു വ്ളോഗിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ഒരു മണിക്കൂറായിട്ട് എടുക്കുന്ന വ്ളോഗാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് വരാണ്ട് നിൽക്കില്ല, എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കണം. എന്നെ കൊണ്ട് പറ്റി പോകുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അമ്മോ, ബസ്സിൽ വരെ നമ്മൾ ഫാൻസാണ്. ഇനി അങ്ങോട്ട് പോകാൻ വയ്യ. എവിടെ നോക്കിയാലും നമ്മൾ ഫാൻസാണ് ഗൈസ്. ഇനി നമുക്ക് ഇങ്ങനെ നേരെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. ഇതാ നിങ്ങൾ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് കോലുമുട്ടായി തരുന്നത്. അടിപൊളി ഡ്യൂട്ടിയാണ്. കുറേ പോലീസുകാരുണ്ട്. നിങ്ങൾ എങ്ങനെ ഈ പോലീസ് ആയത്? നിങ്ങൾ PSC എഴുതിയിട്ടാ? ഓക്കെ. ഈ PSC എഴുതുമ്പോൾ എല്ലാവർക്കും കിട്ടുമോ? എല്ലാവർക്കും കിട്ടും. എങ്ങനെ ഇത് കാണാതെ പഠിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ട് എക്സാം ഹാളിൽ കയറുമ്പോൾ ചിലപ്പോൾ മറന്നു പോയാൽ എന്ത് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഞാൻ ഇങ്ങനെ കുറേ പഠിക്കാൻ ശ്രമിക്കലുണ്ട്, പക്ഷെ അവിടെ എത്തുമ്പോൾ എൻ്റെ എല്ലാ ഇതും മൈൻഡിൽ പോവും. അപ്പോൾ എനിക്ക് എക്സാം ഹാളിൽ കയറിയാൽ എനിക്ക് പോലീസ് ആവാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പേര് പറഞ്ഞാൽ പാസ്സാക്കി വിടും? ഇല്ലല്ലേ? ഓക്കെ. ഇത് ജസ്റ്റ് ഒരു പ്രാങ്കാണ്. അനസ് വ്ലോഗ് 21. ബൈ. ഓക്കെ ഗൈസ്, കുറച്ച് ലാസ്റ്റായിട്ട് കുറച്ച് ആൾക്കാരെ കണ്ടുപിട്ടിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ടീമാണ് നിങ്ങൾ. ഓക്കെ, ഞാൻ വ്ളോഗിലൊന്ന് പറഞ്ഞാട്ടെ, ഒരു മിനിറ്റ്. ഗൈസ്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പ്രാങ്ക് ഷോ എല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ബേപ്പൂർ ഫെസ്റ്റത്തെ വ്ളോഗിങ് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം. ഒരു ക്യാമറ നോക്കിയാൽ ആയി പറഞ്ഞു. ആയി പറഞ്ഞു. അത് പേരെന്താ? ഷാഹിദ. എവിടെ പഠിക്കുന്നത്? വർക്ക് ചെയ്യുക. എന്താ വർക്ക് ചെയ്യുന്നത്? നേഴ്സിംഗ് അല്ലേ? അപ്പോൾ ഒരു അയാൾക്ക് ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ചാടണം. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? അതിൻ്റെ കുസൃതി ചോദ്യം. ആണ്. ഏത് മരത്തിൻ്റെ മുകളിൽ? ഏത് മരത്തിൻ്റെ മുകളിൽ ആദ്യം അയാൾ കയറേണ്ടത്? കുറേ മരങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏത് മരത്തിൻ്റെ മുകളിൽ അയാൾ ഫസ്റ്റ് കയറേണ്ടി വരാം? ചാടാൻ വിചാരിച്ച മരത്തിൻ്റെ മുകളിൽ. ഓക്കെ, കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ ക്യാമറ നോക്കി ഹായ് പറഞ്ഞോ. ഹായ് പോലെ ഹായ് പറഞ്ഞോ. ഹായ്. ഓക്കെ.